നമസ്കാരം. സെന്റ് ജോസഫ് ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വതി രാജ്. അക്ഷരസാഗരത്തിൽ അറിവിന്റെ ദീപസ്തംഭമായി നിലകൊള്ളുന്ന സെന്റ് ജോസഫ് വിദ്യാലയത്തിന് ഒരു പൊൻതൂവൽ കൂടി ചാർത്തുന്ന 2014-15 വർഷത്തിലെ വാർത്താ വിസ്മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വിദ്യാലയത്തിന്റെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ പ്രധാനാധ്യാപികയായ സിസ്റ്റർ ജസ്മിൻ ഇപ്പോൾ നമ്മോടുകൂടെയുണ്ട്. നമുക്കിപ്പോൾ സിസ്റ്ററിനെ ശ്രവിക്കാം. മേരിമാത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള ഈ വിദ്യാലയത്തിന്റെ കോർപ്പറേറ്റ് മാനേജർ മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ആനി ഡേവിസ്, എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ മറീന, ലോക്കൽ മാനേജർ സിസ്റ്റർ വിൻസി എന്നിവരുടെ ശക്തമായ നേതൃത്വവും ആത്മാർത്ഥമായ പിന്തുണയും പ്രോത്സാഹനങ്ങളും വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് ഒരു ചാലക ശക്തിയായി മാറുന്നു എന്നത് അവിസ്മരണീയമായ ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികളുടെ സമഗ്ര വികസനത്തിനായുള്ള കൂട്ടായ യത്നത്തിൽ ഞങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതിന് നേതൃത്വം നൽകുന്ന PTA പ്രസിഡന്റ് ശ്രീ കെ ഡാരി, മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഫിലോമിന വർഗീസും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ക്ലാസ് പ്രതിനിധികളും വിദ്യാലയത്തിലെ എല്ലാ കർമ്മപരിപാടികളിലും നിർലോഭമായ സഹകരണം നൽകി വരുന്നു. ഒരു കുടുംബ സമ്മേളനം കണക്കെ നടത്തിവരുന്ന എല്ലാ മാസത്തെയും PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, മാതൃസംഗമം, പിതൃസംഗമം എന്നിവയെല്ലാം എടുത്തു പറയേണ്ടത് തന്നെ. അധികാര വികേന്ദ്രീകരണത്തിലൂടെ ഭരണത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്ന സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ ചെയർപേഴ്സണായി മീനു മാർട്ടിൻ, വൈസ് ചെയർപേഴ്സൺ സെറീന ജോർജ്, വോയ്സ് റെപ്രസെൻറ്റേറ്റീവ് മാസ്റ്റർ പ്രണവ് രാജേഷ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. താങ്ക് യു സിസ്റ്റർ ജസ്മിൻ. സെന്റ് ജോസഫിൽ നിന്നുള്ള റിപ്പോർട്ടർ അന്ന ഇപ്പോൾ ലൈനിലുണ്ട്. അന്ന, എന്തൊക്കെയാണ് ഈ വർഷത്തെ മറ്റു ചില പ്രധാന പരിപാടികൾ? കുട്ടികളെ അറിവിന്റെയും ആസ്വാദനത്തിന്റെയും വർണ്ണപ്രപഞ്ചത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒരു ലൈബ്രറി നമുക്കുണ്ട്. മിഠായിക്ക് പകരം ബർത്ത്ഡേ ഗിഫ്റ്റായി പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്ത് ലൈബ്രറി രജിസ്റ്ററിൽ ഞങ്ങളുടെ പേരുകൾക്ക് സ്ഥാനം പിടിക്കാനിടയായത് ഞങ്ങൾക്കേറെ സന്തോഷമുളവാക്കിയ കാര്യമാണ്. നഴ്സറി ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പഠനം ഏറെ രസപ്രദവും ഫലദായകമാക്കുക എന്ന ലക്ഷ്യത്തോടെ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയുക്തമാക്കിക്കൊണ്ട് ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന OEF ആക്ടിവിറ്റി റൂം ഈ വർഷത്തെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ പ്രവർത്തന സന്നദ്ധമായ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഈ വിദ്യാലയത്തിന് മുതൽക്കൂട്ടാണ്. കുട്ടികളുടെ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുന്ന ഉച്ചഭക്ഷണ പരിപാടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സഹകരണത്തോടെ കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നു. 988 കുട്ടികൾ ഉച്ചഭക്ഷണ പരിപാടിയിൽ അംഗങ്ങളാണ്. അന്ന, ഇന്നത്തെ വാർഷികാഘോഷ പരിപാടികളെ കുറിച്ച് പ്രേക്ഷകരുമായി എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? ഇന്നത്തെ വർണ്ണോജ്വലമായ വാർഷിക പരിപാടികൾക്ക് ഇവിടെ തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു. ഇവിടുത്തെ പരിപാടികളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി മേരീസ് PA, ശ്രീമതി കൊച്ചുറാണി EP എന്നീ അധ്യാപകർക്കുള്ള യാത്രാമംഗളങ്ങൾ. കുരുന്നു ഹൃദയങ്ങളിൽ അറിവിന്റെ അമൃതേകി നന്മയുടെ നിറക്കൂട്ടുകൾ ചാലിച്ച് 1000 സ്നേഹസ്മരണകൾ നൽകി ഇവർ യാത്ര പറയുമ്പോൾ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ടവരും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളുമായി ഏറെ പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. താങ്ക് യു അന്ന, ഞങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചതിന്. സെന്റ് ജോസഫ്സിനെ വിജയത്തേരിലേറ്റിയ നേട്ടങ്ങളുടെ അഭിമാനത്തിന്റെ അവിസ്മരണീയ വേളകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ കരീഷ്മ. ഈ വിദ്യാലയത്തിന്റെ സുവർണ നേട്ടങ്ങളിൽ ഒന്നാമത്തേതാണ് 2014 മാർച്ചിൽ നടന്ന SSLC പരീക്ഷയിൽ കൈവരിച്ച 100% വിജയം. ഇതിൽ 25 കുട്ടികൾ A+ നേടുകയും 64 കുട്ടികൾ A ഗ്രേഡിന് അർഹരാവുകയും ചെയ്തു. മോറൽ സയൻസ് പരീക്ഷയിൽ 12 കുട്ടികൾ A+ നേടി സമ്മാനത്തിന് അർഹരായി. വിവിധ പാഠ്യവിഷയങ്ങളിലുള്ള കുട്ടികളുടെ പ്രതിഭാശേഷിയെ കണ്ടെത്തുവാനും വളർത്തുവാനുമായി വിവിധ ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ ഏറെ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. സബ് ജില്ലാതല ഗണിതശാസ്ത്രമേളയിൽ ഏഞ്ചൽ തെരേസ ബേബി, അനശ്വര PS, ആൻമേരി ചാക്കോച്ചൻ, എബിൻ പോൾ എന്നിവർ ഫസ്റ്റ് A ഗ്രേഡും ഹന്ന മരിയ, അനീറ്റ എന്നിവർ 3ാം സ്ഥാനവും നേടി. കുട്ടികളിലെ ശാസ്ത്ര കൗതുകങ്ങളെ തൊട്ടുണർത്തുന്ന സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പങ്കെടുത്ത ഉപജില്ലാ ശാസ്ത്രമേളയിൽ UP HS വിഭാഗങ്ങൾ ഫസ്റ്റ് ഓവറോൾ കരസ്ഥമാക്കി. റവന്യൂ തല ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടുകയും ചെയ്തു.
പൊതുവിജ്ഞാനത്തെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് HS വിഭാഗം സെക്കൻഡ് ഓവറോൾ നേടുകയുണ്ടായി. ഈ വിദ്യാലയത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്ന പ്രവൃത്തി പരിചയ ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ പങ്കെടുത്ത ഉപജില്ലാ, ജില്ലാ, സംസ്ഥാനതല മത്സരങ്ങളിൽ ഏകദേശം 40 പ്രതിഭകളാണ് തങ്ങളുടെ സൃഷ്ടിപരതയുടെ മാറ്റുരച്ചത്. സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് 7 കുട്ടികളിൽ ഫ്ലോറിയ ജെയിംസ് ഫസ്റ്റ് A ഗ്രേഡും ക്യാഷ് അവാർഡും, ഫെന സന്തോഷ് സെക്കൻഡ് A ഗ്രേഡും ക്യാഷ് അവാർഡും, ആൻസി സെബാസ്റ്റ്യൻ, അന്ന സാബു, ഐശ്വര്യ ശ്രീകുമാർ, സാൻഡ്ര MJ എന്നിവർ A ഗ്രേഡും, ഡാലിയ ജോസഫ് B ഗ്രേഡും സ്വന്തമാക്കി. ഈ കുട്ടികളെല്ലാവരും ഗ്രേസ് മാർക്കിന് അർഹരാവുകയും ചെയ്തു. നേതൃത്വവാസനയെ പരിപോഷിപ്പിക്കുന്ന DCLന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സര ഇനങ്ങളിൽ അസ്ലഹ അലി, സാന്ദ്ര സന്തോഷ്, അനീറ്റ ആൻഡ്രു തുടങ്ങിയവർ സമ്മാനങ്ങൾ നേടി. വിശ്വാസത്തിന്റെ ദീപവും അറിവിന്റെ പടവാളുമായി സേവനത്തിന്റെ പാതയിൽ മുന്നേറാൻ കുട്ടികളെ സഹായിക്കുന്ന KCSLന്റെ പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ ഇന്നും സജീവമാണ്. കലാസാഹിത്യ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദി മത്സരങ്ങളിൽ പങ്കെടുത്ത് UP വിഭാഗം ഫസ്റ്റ് ഓവറോളും HS വിഭാഗം സെക്കൻഡ് ഓവറോളും കരസ്ഥമാക്കി. രാജ്യസേവകരും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരുമായ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിസ്തുല പങ്കുവഹിക്കുന്ന ഗൈഡിംഗ്, റെഡ് ക്രോസ് സംഘടനകൾ ഈ വിദ്യാലയത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ഗൈഡിംഗിലെ 14 കുട്ടികൾ രാഷ്ട്രപതി അവാർഡും 5 കുട്ടികൾ രാജ്യ പുരസ്കാർ അവാർഡും നേടി. റെഡ് ക്രോസിലെ 17 കുട്ടികൾ ഗ്രേസ് മാർക്കിന് അർഹരായി. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, അഗതി മന്ദിര സന്ദർശനങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഇവർ കാഴ്ചവെക്കുന്നു. താങ്ക് യു കരീഷ്മ. ഈ വർഷത്തെ കലാകായിക രംഗത്തെ തിളക്കമാർന്ന വിജയങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ച് സംസാരിക്കുവാൻ സെന്റ് ജോസഫ് റിപ്പോർട്ടർ ഗ്രീഷ്മ ഇപ്പോൾ ലൈനിലുണ്ട്. ഗ്രീഷ്മ പറയൂ. കലാസൗന്ദര്യം പീലി നിവർത്തിയ യുവജനോത്സവ പരിപാടികൾ ഏറെ ഹൃദയാവർജകമായിരുന്നു. ഈ വിദ്യാലയത്തിലെ കലാപ്രതിഭകൾ നിറഞ്ഞു നിന്ന സബ് ജില്ലാ വേദിയിൽ 7 ഗ്രൂപ്പ് ഇനങ്ങൾക്കും 5 വ്യക്തിഗത ഇനങ്ങൾക്കും ഫസ്റ്റ് A ഗ്രേഡും UP സെക്ഷൻ സെക്കൻഡ് ഓവറോളും കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ റവന്യൂ തലത്തിൽ പങ്കെടുത്തവർ A ഗ്രേഡിന് അർഹരായി. ശാരീരികം, മാനസികം, വൈജ്ഞാനികം, വൈകാരികം എന്നീ തലങ്ങളിലുള്ള സമഗ്രമായ വ്യക്തിത്വ വികസനമാണ് സ്കൂൾ തല കായിക വിദ്യാഭ്യാസത്തിലൂടെ അർത്ഥമാക്കുന്നത്. മാനേജ്മെന്റ്, അധ്യാപകർ, മാതാപിതാക്കൾ, കുട്ടികൾ ഇവർക്കിടയിൽ കായിക വിഷയത്തിലുള്ള അറിവും താല്പര്യവും കായിക സംസ്കാരത്തെ സ്വാധീനിക്കുന്നു. കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ പാഠ്യപദ്ധതിയിൽ കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ലഭിച്ചു വരുന്നു. കുട്ടികളുടെ കളികളിൽ പങ്കെടുക്കുവാനുള്ള ജിജ്ഞാസയും കൗതുകവും മനഃശാസ്ത്രപരമായ പ്രേരക ശക്തിയായി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയ വിഷയങ്ങളിലും യുക്തിചിന്തകളിലും താല്പര്യം ജനിപ്പിക്കുമാറ് രസകരമായ പഠന പ്രവർത്തനാനുഭവങ്ങൾക്ക് നമ്മുടെ സ്കൂളിലെ കായിക വിദ്യാഭ്യാസം ഇന്ന് വേദിയാകുന്നു. സ്കൂളിലെ കായികാധ്യാപകരുടെ നേതൃത്വത്തിൽ 100-ൽ പരം വിദ്യാർത്ഥികൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സബ് ജില്ലാ വേദികളിൽ പങ്കെടുത്ത് വിജയികളായി സംസ്ഥാനതല മത്സരങ്ങളിൽ വരെ പങ്കെടുക്കുകയും ചെയ്തു. ആലുവ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയിൽ ഹൈസ്കൂൾ UP വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുകയും LP കിഡീസ് ഗേൾസ് വിഭാഗം വ്യക്തിഗത ചാമ്പ്യനായി കരിഷ്മ വി സുരേഷും ജൂനിയർ ഗേൾസ് വിഭാഗം വ്യക്തിഗത ചാമ്പ്യനായി സ്നേഹ വർഗീസും തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനതല സ്കൂൾ കബഡി മത്സരത്തിൽ 3-ാം സ്ഥാനം ലഭിച്ച് എറണാകുളം ജില്ലാ ടീമിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ആൻഡ്രിയോ റോയ്, മരിയ VA എന്നീ വിദ്യാർത്ഥിനികളും 5-ാം സ്ഥാനം ലഭിച്ച ജില്ലാ ഫുട്ബോൾ ടീമിൽ സാന്ദ്ര വി സാബുവും അംഗങ്ങളായിരുന്നു. RGKA സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും അപർണ പീറ്റർ, ബിനില പൗലോസ്, ഡോണ K ഡേവിസ്, കരിഷ്മ വി സുരേഷ്, ജസ്വി ജോസ്, സാന്ദ്ര വി സാബു, ഐറിൻ ആന്റണി, മിതു പീറ്റർ, അഞ്ജന വി സുരേഷ്, ആദിത്യ VR തുടങ്ങി 10ഓളം വിദ്യാർത്ഥിനികൾ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. RGKA സംസ്ഥാനതല കബഡി മത്സരത്തിൽ അനീഷ PC-യും ആൻഡ്രിയോ റോയും, അത്ലറ്റിക്സ് വിഭാഗത്തിൽ സ്നേഹ വർഗീസും മരിയ ഷാജിയും പങ്കെടുത്തു. അങ്കമാലിയിൽ വെച്ച് നടന്ന 33ാമത് എറണാകുളം ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിലും സ്റ്റേറ്റ് ലെവൽ ജൂഡോ ചാമ്പ്യൻഷിപ്പിലും നമ്മുടെ വിദ്യാലയത്തിലെ സ്നേഹഭദ്ര VR, സാറ സണ്ണി, ഐറിൻ ആന്റണി എന്നീ വിദ്യാർത്ഥിനികൾ മത്സരിച്ച് 1-ാം സ്ഥാനം കരസ്ഥമാക്കുകയും സ്നേഹഭദ്ര VRന് നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യത ലഭിക്കുകയും ചെയ്തു.
അമേരിക്കൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെയും റിലയൻസ് ഫൗണ്ടേഷന്റെയും സംയുക്ത സംരംഭമായ ജൂനിയർ ബാസ്കറ്റ്ബോൾ പ്രോഗ്രാമിന്റെ ഒരു ട്രെയിനിംഗ് സെന്ററായി നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ കോച്ചായ പ്രശസ്ത പോർച്ചുഗീസ് താരം മിസ്റ്റർ ജോയുടെ നേതൃത്വത്തിൽ 60ഓളം കുട്ടികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു വരുന്നു. ഗ്രീഷ്മ, ഇത്രയേറെ വിജയ പുരസ്കാരങ്ങൾ സെന്റ് ജോസഫ്സിന് നേടിക്കൊടുക്കുന്നതിന് പിന്നിലുള്ള പ്രചോദന ശക്തി എന്താണ്? പ്രചോദക ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിദ്യാലയത്തിലെ കർമ്മോത്സുകരായ അധ്യാപകരും വിദ്യാർത്ഥികളും തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധയിനം ക്ലബ്ബുകൾ, മാത്സ് ക്ലബ്, സയൻസ് ക്ലബ്, സോഷ്യൽ സയൻസ് ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ്, ഹിന്ദി ക്ലബ്, IT ക്ലബ്, ഹെൽത്ത് ക്ലബ്, മ്യൂസിക് ക്ലബ്, സ്പോർട്സ് ക്ലബ്, നേച്ചർ ക്ലബ്, വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, ഗാന്ധി ദർശൻ എന്നിവയുടെയും ഗൈഡ്സ്, റെഡ് ക്രോസ്, ബാലജന സഖ്യം, DCL, KCSL തുടങ്ങിയ സംഘടനകളുടെയും ശക്തമായ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളിലെ ബഹുമുഖ പ്രതിഭകളെ കണ്ടെത്താൻ സഹായിക്കുന്നു. ഈ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സാഹിത്യ സമാജത്തിന്റെയും ഉദ്ഘാടനം നടന്നത് 11/7/2014 ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ പോൾ മുണ്ടാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേരിമാത പ്രൊവിൻസിന്റെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ പ്രസന്ന അധ്യക്ഷത നിർവഹിച്ചു. ശ്രവണസുന്ദരവും നയന മനോഹരവുമായ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ഈ ദിനത്തിന്റെ മാറ്റുകൂട്ടി. താങ്ക് യു ഗ്രീഷ്മ. ഈ അധ്യയന വർഷത്തിന് കൂടുതൽ വർണ്ണ പകിട്ടേകിയ മറ്റ് ദിനാചരണങ്ങളെക്കുറിച്ചും ആഘോഷ പരിപാടികളെക്കുറിച്ചും സംസാരിക്കുവാൻ ഞങ്ങളുടെ റിപ്പോർട്ടർ അനിത ഇപ്പോൾ ലൈനിലുണ്ട്. അനിത, കേൾക്കാമോ? അക്ഷരമുറ്റത്ത് പിച്ചുവെക്കുന്ന കുഞ്ഞുങ്ങൾ അറിവ് തേടി ഈ കലാലയത്തിലെത്തിയപ്പോൾ പൂക്കളും മധുരപലഹാരങ്ങളും നൽകി അവരെ വരവേറ്റ പ്രവേശനോത്സവ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമി നമ്മുടെ അമ്മ എന്ന ആദർശവാക്യം നെഞ്ചിലേറ്റി നടപ്പിലാക്കിയ പരിസ്ഥിതി ദിന പരിപാടി, വൃക്ഷത്തൈ വിതരണം, ശ്രീ അൻവർ സാദിത്ത് MLA നേതൃത്വത്തിലുള്ള എന്റെ മരം പദ്ധതിയുടെ ഉദ്ഘാടനവും പുകയില വിരുദ്ധ ദിനം, സ്വാതന്ത്ര്യ ദിനാഘോഷം, ഓണാഘോഷം, വായനാവാരം, അധ്യാപക ദിനം, മാതൃഭാഷാ ദിനം, മാനേജറിന്റെയും ഹെഡ്മിസ്ട്രസിന്റെയും ഫീസ്റ്റ് ആഘോഷങ്ങൾ, ശിശുദിനാഘോഷം, ക്രിസ്തുമസ് പരിപാടികൾ എന്നിവയെല്ലാം സെന്റ് ജോസഫിനെ ഹരം കൊള്ളിച്ച ദിനങ്ങളായിരുന്നു. ഈ വർഷത്തെ ദിനാഘോഷങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു സെയിന്റ് ചാവറ ഡേ സെലിബ്രേഷൻ. കേരളത്തിലെ പള്ളിക്കൂടങ്ങളുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വിശുദ്ധ ചാവറപിതാവിന്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുവാനും CMA വൈദികരുടെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവന്ന വിശുദ്ധ പിതാവിന്റെ തിരുശേഷിപ്പ് വണങ്ങാനായതുമെല്ലാം അവിസ്മരണീയ മുഹൂർത്തങ്ങളാണ്. ഇതോടൊപ്പം നടത്തിയ സമർപ്പിത ദിനാഘോഷങ്ങൾക്ക് ടീച്ചേഴ്സ് നേതൃത്വം നൽകി. സിസ്റ്റേഴ്സിനെ എല്ലാവരെയും ഹാരമണിയിച്ചും ബൊക്കെ നൽകിയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചും ഈ ദിനത്തിന് ഏറെ വർണ്ണപ്പകിട്ടേകി. വിദ്യാ പരിശീലനത്തോടൊപ്പം വിശ്വാസ പരിശീലനവും മൂല്യബോധനവും ഈ വിദ്യാലയത്തിൽ നടക്കുന്നതായി അറിയുന്നു. എന്തൊക്കെയാണ് അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടുള്ള മാർഗങ്ങൾ? അനിത, ഒന്ന് വിശദീകരിക്കാമോ? പാഠ്യപദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മോറൽ സയൻസ് ക്ലാസുകൾ മൂല്യബോധനത്തിന്റെ നിർണായക ഘടകമാണ്. അനുദിന പ്രാർത്ഥനകൾ, ജപമാല, വചന പഠനം, മാസാദിവെള്ളിയിലെ ദിവ്യബലി, ക്രിസ്ത്യൻ ധ്യാനങ്ങൾ,
മൂല്യാധിഷ്ഠിത ക്ലാസുകൾ, കൗൺസിലിംഗ്, അഗതി മന്ദിര സന്ദർശനങ്ങൾ, ചികിത്സാ സഹായങ്ങൾ എന്നിങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ളവരായി മാറ്റുന്നതിനും സഹായകമാണ്. താങ്ക് യു അനിത. ഈ വാർത്താ വിചാരങ്ങളുടെ ദൃശ്യവിരുന്നിന് ഉപസംഹാരം കുറിക്കുന്നതിനായി റെന്നി ടീച്ചറെ ക്ഷണിക്കുന്നു.